നമസ്കാരം. പേസി ടോക്സിനെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മൾ ഇന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4ഓളം ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയും. നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നോക്കണം, ആദ്യം പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതെന്നാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, പേസ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി വാട്ട്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ആൻസർ ഏതാണ്? ജൂളാണ്. ക്ലിയർ ആണോ? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ. അപ്പോൾ നമ്മൾ പ്രധാന യൂണിറ്റുകളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് മിക്കതും. നോക്കി വേണം. പ്രവൃത്തി, ഊർജം, താപോർജം, അതിൻ്റെ യൂണിറ്റാണ് ജൂൾ. നോക്കി വേണം. പ്രവൃത്തി, ഊർജം, താപോർജം എന്നിവയുടെ യൂണിറ്റാണ് ജൂൾ. എന്താണ്? പ്രവൃത്തി, ഊർജം, താപോർജം എന്നിവയുടെ യൂണിറ്റാണ് ജൂൾ. എന്നാൽ പവർ വാട്ടാണ്. പവറിന്റെ യൂണിറ്റാണ് വാട്ട്. പവറിന്റെ യൂണിറ്റാണ് വാട്ട്. എന്നാൽ വൈദ്യുതധാര, വൈദ്യുതധാര ആംപിയർ. വൈദ്യുതധാര ആംപിയർ. വൈദ്യുതധാര ആംപിയർ ആണ്. എന്നാൽ ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ കപ്പാസിറ്റൻസ് ഏതെന്ന് ചോദിച്ചാൽ ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഏത്? ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. ഫാരഡ്, ഫാരഡ്. എന്നാൽ വൈദ്യുത ചാലകത, വൈദ്യുത ചാലകത എന്ന് ചോദിച്ചാൽ സീമെൻസ് ആണ്. വൈദ്യുത ചാലകത സീമെൻസ് ആണ്. വൈദ്യുത ചാലകത സീമെൻസ് ആണ്. വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ആണ് സീമെൻസ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇൻഡക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റൻസിൻ്റെത് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. അപ്പോൾ ഇത്രയും നോക്കുക. പ്രധാന യൂണിറ്റുകളാണ് പ്രവൃത്തി, ഊർജം, താപോർജം. ഇതിൻ്റെ യൂണിറ്റാണ് ജൂൾ. പവർ വാട്ട്. പവർ വാട്ട്. വൈദ്യുതധാര, വൈദ്യുതധാര ആംപിയർ. ആംപിയർ. ശബ്ദ തീവ്രത ഡെസിബൽ. ശബ്ദ തീവ്രത ഡെസിബൽ. കപ്പാസിറ്റൻസ് ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. വൈദ്യുത ചാലകത സീമെൻസ്. വൈദ്യുത ചാലകത സീമെൻസ്. ഇൻഡക്റ്റൻസ് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി ആണ്. എന്നാൽ നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്നത് പ്രകാശവർഷം. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. എന്നാൽ ഇല്യൂമിനൻസ്, ഇല്യൂമിനൻസ്, ഇല്യൂമിനൻസ് ലക്സ് എന്നറിയപ്പെടുന്നു. ഇല്യൂമിനൻസ് അളക്കുന്ന യൂണിറ്റാണ് ലക്സ്. ഇല്യൂമിനൻസ് ലക്സ്. ഇല്യൂമിനൻസ് ലക്സ് ആണ്. എന്നാൽ ലെൻസിന്റെ പവർ, ലെൻസിന്റെ പവർ, ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. എന്നാൽ അടുത്തത് ലുമിനൻ ഇന്റൻസിറ്റി. ലുമിനൻ ഇന്റൻസിറ്റി. ലുമിനൻ ഇന്റൻസിറ്റി കാൺലയാണ്. ലുമിനൻ ഇന്റൻസിറ്റി അളക്കുന്ന യൂണിറ്റ് കാൺല. ലുമിനൻ ഇന്റൻസിറ്റി കാൺല. കാൺല. എന്നാൽ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകൾ, റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ് ബെക്വറൽ ഉണ്ട്, ക്യൂറി ഉണ്ട്, റുദർഫോർഡ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ബെക്വറൽ, ക്യൂറി, റുദർഫോർഡ്. ഏതൊക്കെയുണ്ട്? ബെക്വറൽ, ക്യൂറി, റുദർഫോർഡ്. ഇതാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ്. അപ്പൊ നോക്കുക, പ്രധാന യൂണിറ്റുകളാണ് നമ്മൾ പറയുന്നത്. പ്രവൃത്തി, ഊർജം, താപോർജം ജൂൾ. പ്രവൃത്തി, ഊർജം, താപോർജം ജൂൾ. പവർ വാട്ട്. പവർ വാട്ട്. വൈദ്യുത ധാര ആംപിയർ. വൈദ്യുത ധാര ആംപിയർ. ശബ്ദ തീവ്രത ഡെസിബൽ. ശബ്ദ തീവ്രത ഡെസിബൽ. കപ്പാസിറ്റൻസ് ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ്. എന്നാൽ വൈദ്യുത ചാലകത സീമെൻസ്. വൈദ്യുത ചാലകത സീമെൻസ് ആണ്. ഇൻഡക്റ്റൻസ് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. എന്നാൽ ഇലൂമിനൻസ്, ഇലൂമിനൻസ് എന്ന് ചോദിച്ചാൽ ലെക്സ് ആണ്. ഇലൂമിനൻസ് ലെക്സ് ആണ്. എന്നാൽ ലെൻസിന്റെ പവർ ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ ആണ്. എന്നാൽ ലുമിനൻ ഇന്റൻസിറ്റി, ലുമിനൻ ഇന്റൻസിറ്റി, ലുമിനൻ ഇന്റൻസിറ്റി കാണില്ല, കാണില്ല, കാണില്ലയാണ്.
എന്നാൽ റേഡിയോ ആക്ടിവിറ്റി 3 ഉണ്ട്. ബെക്വറൽ, ക്യൂറി, റുദർഫോർഡ്. ബെക്വറൽ, ക്യൂറി, റുദർഫോർഡ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട യൂണിറ്റുകൾ, പഠിച്ചു പോവുക, ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത്തായ് എന്താണ്? ഇത്തായ് എന്ന രോഗത്തിന് കാരണമാകുന്ന മൂലകം ഏത് എന്നാണ്. എന്താണ്? ഇത്തായ് എന്ന രോഗത്തിന് കാരണമാകുന്ന മൂലകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഇതായി അല്ലേ? ഏത് മൂലകം കാരണമാണ് ഇതാ എന്ന രോഗം ഉണ്ടാകുന്നത് എന്നാണ് നോക്കിയാണ്. ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി ആഴ്സനിക്, ഓപ്ഷൻ സി മെർക്കുറി, ഓപ്ഷൻ ഡി കറുത്തിയം എന്നാണ്. അപ്പോൾ ഇതാ എന്ന രോഗത്തിന് കാരണമാകുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കാഡ്മിയമാണ്. ഓപ്ഷൻ എ കാഡ്മിയം. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് മൂലകങ്ങളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കണം, മെർക്കുറിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് മീനാമാത്ത രോഗം. അപ്പോൾ മൂലകങ്ങളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ: ഒന്ന്, മെർക്കുറിയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് മീനാമാത രോഗം. അടുത്ത് ലെഡിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. പ്ലംബിസം എന്ന് പഠിക്കുക. സിലിക്കന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം എളുപ്പമാണ്, സിലിക്കന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. അതുപോലെ ഫ്ലോറിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഫ്ലോറിൻ ഏതാണ്? അതും എളുപ്പമാണ്, ഫ്ലോറോസിസ്. എന്താണ്? ഫ്ലോറോസിസ് ആണ്. എന്നാൽ കോപ്പറിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചാൽ വിൽസൺ രോഗം. ഏതാണ്? വിൽസൺ ഡിസീസ് അഥവാ വിൽസൺ രോഗം എന്നറിയപ്പെടുന്നു. കോപ്പറിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അഥവാ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് വിൽസൺ രോഗം എന്നറിയപ്പെടുന്നത്. എന്നാൽ പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പൊട്ടാസ്യം എന്ന് ചോദിച്ചാൽ അതിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ ഹൈപ്പർകലേമിയ എന്നാണ്. എന്നാൽ ആസ്ബറ്റോസിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ആസ്ബറ്റോസിസ്. ഏതാണ്? ആസ്ബറ്റോസിസ്. ചിലതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഏതൊക്കെ? സിലിക്കൺ, സിലിക്കോസിസ്, ഫ്ലോറിൻ, ഫ്ലോറോസിസ്, പിന്നെ ഏതാണ്? ആസ്ബറ്റോസിസ്. ഇതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ കിട്ടുന്ന സംഭവങ്ങളാണ്. എന്നാൽ ആഴ്സനിക്കിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ആഴ്സനിക്കിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബ്ലാക്ക് ലെഗ് അഥവാ ബ്ലാക്ക് ഫുട്ട് എന്നറിയപ്പെടുന്നു. ബ്ലാക്ക് ഫുട്ട് എന്നറിയപ്പെടുന്ന ആഴ്സനിക്കിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബ്ലാക്ക് ലെഗ് അഥവാ ബ്ലാക്ക് ഫുട്ട്. എന്നാൽ ഇരുമ്പിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് നമുക്കറിയാം അനീമിയ. ഇരുമ്പ് അനീമിയ. എന്നാൽ അയഡിൻ ചോദിച്ചാൽ ഗോയിറ്റർ. അയഡിൻ ചോദിച്ചാൽ ഏതാണ്? ഗോയിറ്റർ ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? ഇതാ എന്ന രോഗത്തിന് കാരണമാകുന്ന മൂലകമാണ് കാഡ്മിയം എന്ന് നമ്മൾ പറഞ്ഞു. മൂലകങ്ങളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ രോഗങ്ങൾ അതിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയോണം. മെർക്കുറി, മീനാമാത, ലെഡ് പ്ലംബിസം, സിലിക്കൺ, സിലിക്കോസിസ്, ഫ്ലോറിൻ, ഫ്ലോറോസിസ്, കോപ്പർ വിൽസൺ രോഗം. എന്നാൽ പൊട്ടാസ്യം ഹൈപ്പർകലേമിയ. ആസ്ബറ്റോസിസ് ആണ്. ആഴ്സനിക് ബ്ലാക്ക് ലെഗ് അഥവാ ബ്ലാക്ക് ഫുട്ട്. എന്നാൽ ഇരുമ്പ് അനീമിയ. അയഡിൻ ഗോയിറ്റർ. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു. മൂലകങ്ങളും അതിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓങ്കോളജി. എന്താണ്? ഓങ്കോളജി എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് എന്നാണ്. എന്താണ് ഓങ്കോളജി? എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പിള്ളവാതം, ഓപ്ഷൻ ബി ക്ഷയം,
ഓപ്ഷൻ സി ക്യാൻസർ, ഓപ്ഷൻ ഡി ടെറ്റനസ്. അപ്പോൾ ഓങ്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ശാസ്ത്രശാഖയാണ് എന്ന് ചോദിച്ചാൽ അത് ആൻസർ ഓപ്ഷൻ സി ക്യാൻസർ ആണ്. ഓപ്ഷൻ സി ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമെന്നോ ക്യാൻസറിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയെന്നോ ചോദിച്ചാൽ ഇതാണ് ഓങ്കോളജിയാണ്. നമ്മൾ കുറച്ച് ശാസ്ത്രശാഖകളാണ് അല്ലെങ്കിൽ പഠനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശാസ്ത്രശാഖകൾ നോക്കണം. കലകളെ കുറിച്ചുള്ള പഠനം, കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കലകളെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം, അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. എന്നാൽ മൂക്കിനെ കുറിച്ചുള്ള പഠനം, മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. എന്നാൽ കരളിനെ കുറിച്ചുള്ള പഠനം, കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. എന്നാൽ ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം, ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജി. ശ്രദ്ധിക്കുക, കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പയാണ്, ഹെപ്പറ്റോളജി. എന്നാൽ ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഹെറാണ്, ഹെർപ്പറ്റോളജി. ഇറും കൂടെ വരും, ഹെർപ്പറ്റോളജി. എന്നാൽ രക്തം, ബ്ലഡ്, രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. മൂന്നും ഒരുപോലെ ഇരിക്കുന്നു കേട്ടോ, ശ്രദ്ധിച്ചോണം. അപ്പൊ നോക്കുക, കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. എന്നാൽ ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. എന്നാൽ പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. എന്നാൽ ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. എന്നാൽ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി. എന്നാൽ വൃക്കയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. വൃക്കയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. എന്നാൽ മേഘങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. അത് രണ്ട് ശ്രദ്ധിക്കുക. വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നെഫ്രോ വരും. എന്നാൽ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോ എന്നേ വരുള്ളൂ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. എന്നാൽ അസുഖം, ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. എന്നാൽ കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഏതാ? സൈറ്റോളജി. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഓങ്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ശാസ്ത്രശാഖയാണ് എന്ന് ചോദിച്ചാൽ ക്യാൻസർ. കുറച്ച് ശാസ്ത്രശാഖകളാണ്. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. അസ്ഥിയെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. എന്നാൽ രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്നാണ്. എന്നാൽ പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി. എന്നാൽ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രീനോളജി. വൃക്കകളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി. എന്നാൽ മേഘങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി.
എന്നാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. എന്നാൽ കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. അപ്പോൾ ശാസ്ത്രശാഖകൾ ഇനിയുണ്ട്, അത് വരും വീഡിയോയിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മലമ്പനിക്ക് കാരണമായ രോഗകാരി എന്നാണ് ക്വസ്റ്റ്യൻ. മലമ്പനിക്ക് കാരണമായ രോഗകാരി. ഓപ്ഷൻ എ പ്ലാസ്മോഡിയം, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയ. അപ്പം മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പ്ലാസ്മോഡിയമാണ്. ഏതാണ്? ഓപ്ഷൻ എ പ്ലാസ്മോഡിയമാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് രോഗവും രോഗകാരിയുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചില രോഗങ്ങൾക്ക് പലതരം വൈറസുകൾ വന്നുവിടാം, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. നോക്കി വേണം. ആദ്യം ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്ന രോഗകാരിയാണ് ആൽഫ വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ് അല്ലെങ്കിൽ ഫ്ലാവി എന്നും പറയുന്നുണ്ട്. നോക്കിയോണം ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ആൽഫ, ആർബോ, ഫ്ലാവി വൈറസ്. ഇനി കുരങ്ങുപനി. കുരങ്ങുപനി ഫ്ലാവി വൈറസും KFD വൈറസും എന്നും പറയുന്നുണ്ട്. കുരങ്ങുപനി ഫ്ലാവി വൈറസ് എന്നും KFD വൈറസ് എന്നും പറയുന്നുണ്ട് കുരങ്ങുപനി പരത്തുന്നത്. എന്നാൽ സാർസ്, സാർസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാർസിന്റെ ഫുൾ ഫോം. അപ്പോൾ സാർസ് പരത്തുന്ന രോഗകാരിയാണ് കൊറോണ വൈറസ്. നമുക്കറിയാം കൊറോണ അല്ലേ ഇപ്പോൾ ഉള്ളത് കൊറോണയാണ്. എന്നാൽ പന്നിപ്പനി H1N1, പന്നിപ്പനി H1N1 ആണ് രോഗകാരി. പക്ഷിപ്പനി H5N1 ആണ്. പക്ഷിപ്പനി H5N1 ആണ് പക്ഷിപ്പനി. ഇനി പോളിയോ നോക്കുക. പോളിയോ വൈറസ് തന്നെയാണ്. പോളിയോ വൈറസ് ആണ് രോഗകാരി. എന്നാൽ ചിക്കൻ ഗുനിയ ചിക്വി വൈറസ്, ചിക്വി വൈറസ് എന്ന് ഫ്ലാവി എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഫ്ലാവി നമ്മൾ ഡെങ്കിയിൽ പറഞ്ഞു, കുരങ്ങുപനിയിൽ പറഞ്ഞു, പിന്നെ ഏതാണ്? ചിക്കൻ ഗുനിയയിൽ പറഞ്ഞു കേട്ടാ. ഇനി അടുത്ത് നോക്കണം. ചിക്കൻ പോക്സ് പരത്തുന്ന രോഗകാരിയാണ് വാരിസെല്ല സെസ്റ്റർ. ഏതാണ്? വാരിസെല്ല സെസ്റ്റർ. ഏതാണ്? വാരിസെല്ല സെസ്റ്റർ എന്നോ സോസ്റ്റർ എന്നോ പറയും ചിക്കൻ പോക്സ് പരത്തുന്നത്. എന്നാൽ എയ്ഡ്സ് പരത്തുന്നത് എയ്ഡ്സ് പരത്തുന്നത് HIV ആണ്. എന്നാൽ മുണ്ടുനീര് മിക്സോ വൈറസ് എന്നാണ്. എന്നാൽ എബോള വൈറസ് തന്നെയാണ്. എന്നാൽ വസൂരി എന്ന് ചോദിച്ചാൽ വേരിയോള വൈറസ് ആണ് വസൂരി. എന്നാൽ ജലദോഷം റീനോ വൈറസ് ആണ്. റീനോ വൈറസ് ആണ് ജലദോഷം. അഞ്ചാം പനി റൂബിയോള വൈറസ് ആണ്. നോക്കുക, നമ്മൾ പഠിച്ചത് മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. അപ്പോൾ രോഗവും രോഗകാരികളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഡെങ്കിപ്പനി പരത്തുന്നത് ആൽഫ വൈറസ് എന്ന് പറയുന്നുണ്ട്, ആർബോ വൈറസ് ഉണ്ട്, ഫ്ലാവി. ഈ 3 വൈറസും പരത്താം. എന്നാൽ കുരങ്ങുപനി ഫ്ലാവി വൈറസും KFD വൈറസ്. കുരങ്ങുപനി ഫ്ലാവിയും ഉണ്ട്, KFD വൈറസും ഉണ്ട്. എന്നാൽ സാർസ് കൊറോണ. പന്നിപ്പനി H1N1. പക്ഷിപ്പനി H5N1. പോളിയോ വൈറസ്. എന്നാൽ ചിക്കൻഗുനിയ ചിക്വി എന്നും പറയുന്നുണ്ട്, ഫ്ലാവി എന്നും പറയുന്നുണ്ട് ചിക്കൻഗുനിയ. എന്നാൽ ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ എന്ന് അല്ലെങ്കിൽ വാരിസെല്ല സേസ്റ്റർ എന്നും പറയുന്നുണ്ട്. എയ്ഡ്സ് HIV. മുണ്ടുനീര് മിക്സോ വൈറസ്. എബോള വൈറസ്. എന്നാൽ വസൂരി വേരിയോള വൈറസ്. ജലദോഷം റീനോ വൈറസ് ആണ്. അഞ്ചാം പനി റൂബിയോള വൈറസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഇത്രയും പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.